അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ +2 എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, നമ്മൾക്ക് നീറ്റ് കോച്ചിങ് അല്ലേ. അപ്പോൾ നമ്മൾ നീറ്റ് എക്സാം എപ്പോഴാണ്, ഒരു ജൂൺ ജൂലൈ സമയമാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ആ എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ക്രാഷ് കോഴ്സാണ് നീറ്റ് ബൂസ്റ്റർ 2022. അപ്പോൾ നമുക്ക് വെറും 45 ഡേയ്സ് കൊണ്ടല്ലേ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നമ്മളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് നീറ്റ് ബൂസ്റ്റർ 2022. അപ്പോൾ നീറ്റ് എക്സാം നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് വെറുതെ അങ്ങോട്ട് എഴുതി കളയാം, എന്നിട്ട് നമ്മൾക്ക് ഇനി ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് കളയാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് വേണം എഴുതാൻ. നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മളെന്താണ്, നമ്മളുടെ തലയിൽ ഇപ്പോൾ +1 +2 ഒക്കെ പഠിച്ച് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം +1 +2 സിലബസ് ആണ് നമ്മളുടെ നീറ്റ് എക്സാമിന്. പക്ഷേ അത് നമ്മൾ +1 +2 നമ്മളുടെ പബ്ലിക് എക്സാമിന് പഠിച്ചതുപോലെ മതിയോ? അതുപോലെ നീറ്റ് എക്സാമിന് എന്താണ്, വേറെ തന്നെ കോച്ചിങ് വേണം. നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പബ്ലിക് എക്സാം പോലെയോ നമ്മൾ +1 +2 പഠിച്ചതുപോലെ അല്ല. പക്ഷേ കണ്ടൻറ്റ് സെയിം ആണ്, കുറച്ചുകൂടി അഡീഷണൽ നോളജൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതിനെല്ലാം തന്ന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ നീറ്റ് ബൂസ്റ്റർ 2022. നമ്മളുടെ ഒരു 45 ഡേ പ്ലാനാണ്. നമ്മളെപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ഈ ഒരു ഡേ നിങ്ങളെല്ലാവരും മനസ്സിൽ കുറിച്ച് വെക്കുക. മനസ്സിൽ കുറിച്ച് വെച്ചാൽ മാത്രം പോരാ, ഇതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും ജോയിൻ ചെയ്യണം. നീറ്റ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതണം എന്നുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നമുക്ക് ജോയിൻ ചെയ്യാം. മെയ് 9 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 22 വരെയുള്ള ആ ഒരു പീരിയഡിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അടിപൊളിയായിട്ട് പഠിക്കുന്ന പറഞ്ഞാൽ ഇതിനിപ്പോൾ ക്ലാസ് തീരുമോ, എപ്പോഴാണ് തീരുക, ഇന്ന് എത്ര ദിവസം പഠിക്കണം, അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ മാറ്റി വെച്ച് നമ്മളുടെ ഈ ഒരു 45 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മളെ മൈൻഡൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. ഓക്കെ, നമ്മളുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് വെറും 1800 മാത്രമേ ഉള്ളൂ. ഓക്കെ, 1800-ന് നിങ്ങൾക്ക് എന്താണ്, സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. നമുക്ക് എന്താണ്, നീറ്റ് ഡ്രോപ്പേഴ്സിന് ആർക്കൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പം നമ്മൾ ഒരു തവണ എഴുതി കഴിഞ്ഞ് ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു റാങ്ക് കിട്ടിയില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, എഴുതാം. പിന്നെ നമ്മളുടെ +2 സ്റ്റുഡൻസ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാവുന്നതാണ്. നമ്മൾ ഡെയിലി എന്താണ് 6 ഹവേഴ്സിൻ്റെ സ്കെഡ്യൂൾഡ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും. ആൻഡ് നമ്മൾ ഡെയിലി എന്തുണ്ടാകും, നമുക്ക് 2 MCQ ടെസ്റ്റ് ഉണ്ടാകും. നമ്മൾ MCQ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. 2 ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ദെൻ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നീറ്റ് എക്സാമിൻ്റെ പാറ്റേണിലുള്ള ടെസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ആൻഡ് നമുക്ക് എന്താണ്, വെറുതെ ആലോചിച്ചിരുന്ന സമയം കളയാനൊന്നുമില്ല അല്ലേ. നമ്മൾ സ്പീഡ് വരണം, അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്, നമ്മൾ 9th സ്റ്റാർട്ട് ചെയ്യും. കാരണം മിസ് ഇത് വീണ്ടും പറയുന്നത് എന്തിനാ, 9th കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല, നമുക്കത് എങ്ങനെയെങ്കിലും മാച്ച് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളുടെ നീറ്റ് ബാച്ച്, ഓക്കെ, നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നോക്കി ഇതൊരു നിങ്ങളുടെ ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. ഇതുപോലെ 45 ദിവസത്തെ പ്ലാൻ നമ്മൾ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റും ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ½ an hour ബ്രേക്ക് എടുത്തു. അടുത്ത നമ്മൾ MCQ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. ദെൻ നമുക്ക് എന്താണ്, നെക്സ്റ്റ് ലൈവ് സെഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലഞ്ച് ബ്രേക്ക് എടുക്കും. ഓക്കെ, പിന്നെ എന്താണ്, അടുത്ത റിവിഷൻ ക്ലാസ്. പിന്നെ എന്താണ്, നെക്സ്റ്റ് ക്ലാസ്. ദെൻ അത് കഴിഞ്ഞാൽ വീണ്ടും MCQ. പിന്നെ നമ്മൾ ലൈവ് സെഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ റിവിഷൻ, പിന്നെ ഉറങ്ങും. അപ്പം ഇങ്ങനെ ഇത്രയും ടൈറ്റ്ലി ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സിന് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആകെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ പഠിക്കുകയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം അടുത്ത ദിവസം ഇതേ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ, ഒരു ക്ലാസ് പോലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡേ കംപ്ലീറ്റ് നിങ്ങൾ ലേറ്റ് ആയാലോ, നമ്മളെന്താണ്, നമ്മുടെ ബേർഡൻ കൂടും, നമുക്ക് ടെൻഷനാകും, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ എന്തേ ഉള്ളൊരു വഴി, നമ്മൾ കറക്റ്റ് ഡേറ്റിന്, അതായത് നമ്മൾ മെയ് 9th മുൻപായിട്ട് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ആൻഡ് കറക്റ്റ് നമ്മളുടെ ടൈം ടേബിൾ പോലെ തന്നെ പഠിക്കുക. ആൻഡ് ഇത്രയും ഇൻറ്റൻസീവ്, ഇപ്പോൾ ഒരാൾക്ക് നമുക്കൊരു ഡേ ഒരു 24 hours അല്ലേ ഉള്ളൂ, ഇതിലും കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാനും നിങ്ങൾക്കുള്ളൊരു ബ്രേക്കും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഫുൾ ടൈം
സമയം നമ്മൾ പഠിക്കുക. ഇതിലും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ആർക്കും തരാൻ കഴിയില്ല. കാരണം എന്താ, നമുക്ക് സമയം അത്രയല്ലേ ഉള്ളൂ അല്ല. ആ ഒരു സമയത്തിൽ നിങ്ങളുടെ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒഴികെ ബാക്കി എല്ലാ സമയവും നമ്മൾ പഠിക്കും. ഓക്കെ. ആൻഡ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബുക്ക് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ബുക്ക് എക്സാം വിന്നറിൻ്റെ തന്നെ എൻട്രൻസ് വിന്നർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. 21 അല്ല, റിവൈസ്ഡ് എഡിഷനിൽ 23 ഫുള്ളി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും. ഓക്കെ. സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ്? വെറും 1800 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേറെ എവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടില്ല, ഇത്രയും ബെസ്റ്റ് ക്ലാസ് കിട്ടില്ല. അപ്പം ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മൾ നാളെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മെയ് 10-ാം തീയതി ആണെങ്കിലോ നമ്മളുടെ ഒരു ദിവസം പോയി, നമ്മളുടെ കംപ്ലീറ്റ് ഒരു ദിവസത്തെ ക്ലാസ്സസ് പോയി, നമുക്ക് ടെൻഷനാവും, നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മെയ് 9th മുൻപായിട്ട്, എന്തിനാണ് മെയ് 9th വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ, അതിന് മുൻപ്, അതായത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. അല്ല, 1800 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും, എന്താ മിസ്സേ നീറ്റിനെ മാത്രം പറയുന്നേ, ഡോക്ടേഴ്സിനെ മാത്രം മതിയോ, എൻജിനീയേഴ്സ് വേണ്ടേ? എൻജിനീയേഴ്സും വേണം. എൻജിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ KEAM അൾട്ടിമേറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊരു 30 day പ്ലാനാണ്. 30 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ പഠിച്ചെടുക്കാവുന്നത്? എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ 30 ദിവസം പഠിക്കാവുന്നതേ ഉള്ളൂ. വേറെ എവിടത്തെയും കാര്യങ്ങൾ മിസ്സിന് അറിയില്ല. എക്സാമിനറിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതേപോലത്തെ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 30 days കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യാം, വളരെ സ്മൂത്തായിട്ട് KEAM നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് നമ്മളുടെ ഫീ എന്ന് പറയുന്നത് 1600 ആണ്. അതും ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഇത് നോക്കണേ, നീറ്റിൻ്റെ ദിവസമാണെന്ന് വിചാരിച്ചിരിക്കരുത്. മെയ് 7th ഇത് സ്റ്റാർട്ട് ചെയ്യും, ജൂൺ 5th വരെയാണ്. ഓക്കെ. അപ്പോൾ എൻജിനീയേഴ്സ് ആവാൻ താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മിസ് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ, നമ്മളെ നീറ്റ് എക്സാമിൻ്റെ പോലത്തെ ഒരു ടൈം ടേബിൾ ഇതിനും ഉണ്ടാകും. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ഉണ്ടാകും. അപ്പം അതേപോലെയൊക്കെ പഠിച്ച് KEAMും നീറ്റും ഒക്കെ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ വേഗം തന്നെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.